നമസ്കാരം. ഇൻട്രാക്കൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്കാരത്തിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതത്തിനോട് ബന്ധപ്പെട്ടാണ് സംസ്കാരം കിടക്കുന്നത്. ഒട്ടുമുക്കാലും ഉള്ള മതങ്ങളിലുള്ളവരൊക്കെ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഈ പരലോകം അല്ലെങ്കിൽ പുനർജന്മം അതും അല്ലെങ്കിൽ ആത്മാവ് ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഹിന്ദു മതത്തിലും അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടിട്ട് പ്രാചീന കാലത്തെ അനുഷ്ഠിച്ചു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇപ്പൊ ഈ ജ്യോതിഷമൊക്കെ അതിനോട് ബന്ധപ്പെട്ടിട്ടാണ്. പ്രത്യേകിച്ച് സെലിഷ്യൽ ബോഡീസിന്, അതായത് നമ്മളെ എന്താ പറയാ, ബിയോണ്ട് നമ്മൾ പറയില്ല സ്പേസ്, അതിന്റെ മുകളിലുള്ള നമ്മൾ ചന്ദ്രൻ, ഭൂമി, ഇങ്ങനെയൊക്കെയുള്ള നവഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് കേട്ടിട്ടുണ്ട്. ചില ആളുകൾ പറയും ഈ പുനർജന്മമായിട്ട് വന്നതാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇതായിരുന്നു പൂർവിക കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇതില് യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് ഈ വിഷയം എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ ഈ വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിറ്റിസിസത്തിന്റെ ഒരു ഭാഗമാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം പഠിപ്പിക്കാനുണ്ടായിരുന്നു, ചെറിയൊരു ഭാഗം. അതിനോട് ബന്ധപ്പെട്ടിട്ട് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, അതായത് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, അത് കുറച്ച് പറയാനുണ്ടായിരുന്നു. ഞാൻ ആ വിഷയമല്ല ഇവിടെ പറയുന്നത്. അപ്പൊ അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈ പുസ്തകമാണ്, അതിന്റെ റെഫറൻസ് ആയിട്ട് ഞാൻ എടുത്തത് ഈ പുസ്തകമാണ്. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. നമുക്കിപ്പോ സംസ്കാരത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പൊ ഇതില് ഈ ഒരു വിഷയമുണ്ട്, അതായത് നമ്മൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ അടുത്ത കാലത്തായിട്ട് കുറെ കാലങ്ങളായിട്ട് നടക്കുന്ന ചർച്ചകളാണ് ഇത്, ആസ്ട്രൽ പ്രൊജക്ഷൻ ഉണ്ടോ എന്നുള്ളത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൂട് വിട്ട് കൂട് മാറുന്ന ഒരു വിദ്യ എന്ന് പറയും. ഒരു ആത്മാവിനെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. ആ നിയന്ത്രിക്കാൻ കഴിയുന്നത് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അത്ര ആ കൃത്യസമയത്ത് അദ്ദേഹത്തിന് മരിക്കേണ്ട സമയം വരുമ്പോൾ വലിയ മഹാന്മാരായ സന്യാസിവര്യന്മാരൊക്കെ സ്വയം അല്ലെങ്കിൽ സമാധിയിലേക്ക് പോകുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആദ്യമാണ് നമ്മൾ ഈ ആസ്ട്രോ പ്രൊജക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂട് വിട്ട് കൂടുമാറുന്ന വിദ്യ, അത് അങ്ങനെ ഉണ്ടോ? എന്താണ് ആത്മാവ്? അതാദ്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞ ഇസ്കോൺ ഇതിലൊക്കെ അവരൊക്കെ പറയുന്നത് ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, അതായത് അത് ശാശ്വതമായ ഒരു സത്യമാണ് എന്നാണ് അവര് പറയുന്നത്. അതേസമയം ശാസ്ത്രത്തിന് ഇതിനെ കുറിച്ചിട്ട് ഇതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വലിയ എവിഡൻസ് ഒന്നും ഇതിൽ ആരും നമ്മുടെ ദൃഷ്ടിഗോചരമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അടുത്ത കാലത്ത് ആ നന്ദൻകോട് കൂട്ടക്കൊലയൊക്കെ നടന്നപ്പോ ഇയാളെ ഇതേപോലെ ആരോ ആസ്ട്രോ പ്രൊജക്ഷനിൽ കയറിയിട്ട് ഇയാളെ കൊണ്ട് ചെയ്യിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കേട്ട് കാണും നമ്മൾ. എന്നിട്ട് അവസാനം മനഃശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ മനോരോഗ വിദഗ്ധരൊക്കെ പടവിട്ട് ചില ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അങ്ങനെയൊന്നും ഇതിലേക്ക് ഇയാൾക്ക് വന്നിട്ടില്ല എന്നൊക്കെ തെളിയിക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ എന്റെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോ അതേപോലെ തന്നെ ഇപ്പോ ഈ വിശ്വാസം ഹിന്ദു മതത്തിൽ മാത്രമല്ല മറ്റു മതങ്ങളിലൊക്കെ ഉണ്ട്. ഇതിന്റെ ആദ്യകാലങ്ങളിൽ ഇതൊക്കെ ആദ്യകാലങ്ങളല്ല ഇപ്പോഴും ഉണ്ട്. അതായത് എസ്കോമ ഓഫ് വായ് എന്ന് പറയും. അതായത് ഈ കരീബി ലാംഗ്വേജ് ഒക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഗയാനയിലുള്ളവരും അതുപോലെ തന്നെ നോർത്ത് ബ്രസീലിലുള്ള ആൾക്കാരും ഒക്കെ അവര് കുഞ്ഞിന് പേരിടുന്ന സമയത്ത് ഇതിനെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് അവര് ഈ മൂണ് അല്ലെങ്കിൽ സെലിഷ്യൽ ബോഡീസ് ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ളൊരു കഴിവ് അവർക്കുണ്ട് എന്ന്, അതുപോലെ തന്നെ ഹീൽ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അവരുടെ ട്രൈബിൽ ചില ആളുകൾക്ക് ഇപ്പോഴും അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹിന്ദു പുരാണത്തില് ലിംഗശരീരത്തെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. ഈ ലിംഗശരീരത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശരീരം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അത് നമ്മൾ പറയും ഫിസിക്കൽ. യഥാർത്ഥത്തില് ഇത് ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നെയ്തർ ഫിസിക്കൽ അല്ലെങ്കിൽ സെലിഷ്യൽ ബോഡി അല്ലെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ പറയാ, അതായത് സബ്ടൈൽ ബോഡി അങ്ങനെയല്ല. അതായത് മനുഷ്യന്റെ ശരീരം പറഞ്ഞ ഫിസിക്കൽ മാത്രമോ അല്ലെങ്കിൽ ആത്മീയമോ അല്ല, അതിനപ്പുറമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഈ കൂടുവിട്ട് കൂടുമാറുന്ന പരിശീലനം കിട്ടുന്നതിന് അവര് പറയുന്നത് ഇപ്പൊ യോഗ ചെയ്യുന്നുണ്ട്. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള യോഗകൾ ചെയ്യുന്ന സമയത്ത് കർശനമായിട്ടും നിരന്തരമായിട്ടും ചെയ്യുന്ന രീതിയിലൂടെ അവർക്ക് ഇങ്ങനെ ഒരു മാന്ത്രിക വിദ്യ കൈവരിക്കാൻ കഴിയും എന്നാണ് ചിലവർ അഭിപ്രായപ്പെടുന്നത്. അതായത് ചില മാന്ത്രിക വിദ്യകൾ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഒരു നിശ്ചിത സമയത്ത് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യ ശരീരത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ അവർ ചെയ്യുന്നത് ഇങ്ങനെ താന്ത്രിക വിദ്യ ഇത് അഭ്യസിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് കയറണമെങ്കിൽ
ആ ശരീരം എവിടെയാണ് ആ ശരീരം എന്ന് അത് അവർ തെരഞ്ഞുകൊണ്ടിരിക്കും. പരീക്ഷണം നടത്തുന്ന ആളുകളാണെങ്കിൽ ആ ശരീരം, ദുർബലമായ ശരീരം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് രാത്രിയുടെ 7-ാം യാമം എന്നൊക്കെ പറയില്ല, അല്ലെ, എല്ലാവരും ഉറങ്ങി നിശബ്ദമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ആത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. എന്നിട്ട് ഈ നമ്മുടെ ഉറക്കത്തിൽ വരുമ്പോൾ നമ്മുടെ നാഡീമിടിപ്പും എല്ലാം കുറയും. ആ സമയത്ത് ദുർബലമായ ശരീരത്തിലാണ് എന്നുണ്ടെങ്കിൽ പ്രതികരിക്കാത്ത ശരീരത്തിൽ കയറിയിട്ട് ഇവര് ചില സമയങ്ങളിൽ പരീക്ഷണം നടത്താറുണ്ട് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ആ സമയത്താണ് ചില ആളുകൾ ഞെട്ടി എഴുന്നേൽക്കുന്നതും മറ്റു കാര്യങ്ങളും. പിന്നെ നമ്മൾ ഹിന്ദു പുരാണത്തിലേക്ക് കേട്ടിട്ടുണ്ടാവും, പോക്കുവരവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് അത്യന്തമായിട്ടുള്ള, അതായത് ഇതിനെ കുറിച്ചിട്ട് ചില മതത്തിൽ അല്ലെങ്കിൽ ചില ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ അത്യന്തം മൂർച്ഛിക്കുമ്പോഴോ ശരീരം അല്ലെങ്കിൽ നിശ്ചലമാകുമ്പോഴോ ആണത്ര ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത്. ഇത്തരം ശരീരങ്ങളെ, അതായത് ഇങ്ങനെ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന ആത്മാവിനെ കൊണ്ട് അവയെ ഇക്കിരി എന്നാണ് നമ്മുടെ ജപ്പാനീസ് ഇതിൽ പറയുന്നത്. അവര് പറഞ്ഞ ഇവരെ കൊണ്ട് ദോഷമില്ല എന്നാണ്. അതേസമയം കൃത്യമായി സമയം വരാതെ മരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ആത്മാവ് വിട്ടു പോകുമ്പോഴാണ് അവയെ കൊണ്ട് നമുക്ക് മനുഷ്യന് ഉപദ്രവം ഉണ്ടാവുന്നത് എന്നാണ് നമ്മളെ ജാപ്പനീസ് ഇതില് പറയുന്നത്. ഇപ്പൊ ഇതില് ചില ശാസ്ത്രീയമായ ചില പരീക്ഷണങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ആ പരീക്ഷണത്തില് ഇങ്ങനെ ഇതിനെ ബാധിച്ചിട്ടുള്ള ഈ പേഷ്യൻസിനെ ഈ മനോരോഗ വിദഗ്ധര് അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയല്ല, അതിന് ചില മരുന്നുകൾ, അതായത് ഈ നമ്മൾ ഹാലൂസിനേഷൻ അത് ഉണ്ടാക്കുന്ന ചില ഡ്രഗ്സ് ഉണ്ട്, അത് കൊടുത്തിട്ട് കെറ്റാമിൻ, അതുപോലെ ഫെൻസൈക്ലോറോഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട്, ക്ലോറോഡൈൻ, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൊടുത്തിട്ടൊക്കെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള റിസൾട്ട് ഒന്നും അതിൽ കിട്ടിയിട്ടില്ല അത്രേ. ഇപ്പൊ ഇത് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നത് ഇമാനുവൽ സ്വീഡൻബർഗ് ആണ്. അദ്ദേഹം ഒരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി. അദ്ദേഹം അത് എഴുതുന്ന കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിക്കണം, 1747 1765 ആ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ആ പുസ്തകം എഴുതുന്നത്. അദ്ദേഹത്തിന് അതാണ് ആധികാരികമായ ഒരു പുസ്തകം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നടന്ന ഒരു സർവേ പ്രകാരം എന്ന് പറയുന്നത് ഓൾ അബൌട്ട് ഹിസ്റ്ററി മാഗസിന്റെ എഡിറ്റർ ആയിട്ടുള്ള കാലം മെക്ലെവി അവരൊരു സർവേ നടത്തിയപ്പോൾ അതിൽ 8 മുതൽക്ക് 20% ആളുകൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അത്ര തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അതാണ് പറയുന്നത്. അപ്പൊ ഇവർ ആ ടൈമില് ഈ പരീക്ഷണം നടത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏത് ബോഡിയാണോ ഉള്ളത് ആ ബോഡിയിലേക്ക് കയറിയിട്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്നാണ്. അതേസമയം പഴയ കാലത്ത് ഇത് ശത്രുക്കളുടെ വിരോധമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് പഴയ കാലത്ത് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ അനുഭവത്തിന്റെ ഇതിലിപ്പം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഞാൻ എൻ്റെ അനുഭവമാണ്, ഞാൻ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത് എന്ന് മാത്രമാണ് ഇതിലേക്ക് പറയുന്നത്. അതായത് 2016-17 അതായത് കോവിഡ് വരുന്നതിന്റെ മുമ്പ് ആ സമയത്ത് ഒരു രാത്രിക്ക് നമ്മൾ കിടക്കുമ്പോൾ, അതായത് ആ കട്ടിലിന്റെ അടിയിൽ, അതായത് വാതിലൊക്കെ തുറന്നിട്ട് കിടക്കുമ്പോൾ നമ്മൾ നല്ല ഉറക്കത്തിൽ വരുമ്പോൾ രാത്രി ഒരു 1-1:30-2 മണിയാവും. ആ സമയത്ത് ശക്തമായിട്ട് എന്തോ ഒരു സാധനം വന്ന് എൻ്റെ നെഞ്ഞത്ത് ഇടിക്കുകയാണ്. അപ്പൊ ഞാൻ ഞെട്ടി ഉണർന്നപ്പോ ശരീരമാകെ വേർത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ദിവസം, അത് ചിലപ്പോൾ ഒരു തോന്നലായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇരുന്നു. അപ്പൊ പിന്നെ വീണ്ടും ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത ദിവസം ഇതേപോലെ ഒരു 2 മണി ആ സമയം വരുമ്പോൾ 2-2:15 ആ ടൈമാണ്. ആ സമയത്തുണ്ട് ഇതേപോലെ എനിക്ക് വീണ്ടും അനുഭവം വന്നു. ഈ അനുഭവം വന്നപ്പോൾ ഞാൻ വീണ്ടും എഴുന്നേറ്റു. അപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലുള്ള ആരോടും പറഞ്ഞില്ല. 3-ാമത്തെ ദിവസം ഇത് ആവർത്തിച്ചോടുകൂടി എനിക്ക് ആകെ വല്ലാത്തൊരു ഉറക്കം കിട്ടാത്തൊരവസ്ഥ, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോഴാണ് ഞാൻ എൻ്റെ വൈഫിനോട് ഈ സംഭവം പറയുന്നത്. അവരെ ആരും ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പറയുമ്പോൾ ഞാൻ അത് ഒരു വളരെ ലഘൂകരിച്ചിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ, ആരും പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന് വെച്ചിട്ട് അത് പറഞ്ഞത് നിസ്സാരമായ രീതിയിൽ ഒരു സ്വപ്നം കണ്ട പോലെയാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ ഞാൻ ആലോചിച്ചു ഇതെങ്ങനെ അതിജീവിക്കണം. എന്തായാലും ഒരു 3-ാമത് ഒരു ആളുടെ ഒപ്പീനിയൻ എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കൊളീഗ്സിനോടൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ചിലവര് പറഞ്ഞു, നമ്മള് മറ്റുള്ളവരിതൊക്കെ പറയും ജിന്നാണ് ആത്മാവാണെന്നൊക്കെ പറയുന്ന പോലെ ഇത് പോക്കുവരവാണ്, ചില ആളുകൾ അത് കൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ മാർഗത്തിൽ വരുന്ന ആൾക്കാരെ തട്ടിയിടുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനത് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയുന്നില്ല, ഡോക്ടറെ അടുത്ത് പോകണമെന്ന്. അപ്പൊ
ചിലപ്പോൾ ഞാൻ കൗൺസിൽ ചെയ്യാറുണ്ട്, പിള്ളേരൊക്കെ കൗൺസിൽ ചെയ്യാറുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ നമ്മളുടെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആസ്ട്രോ പ്രൊജക്ഷനെ കുറിച്ചിട്ടൊക്കെ വായിക്കുന്നത്, പഠിച്ചു നോക്കുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം വേണം. അപ്പൊ എന്താണ് പരിഹാരം എന്ന് നോക്കുമ്പോൾ വായിച്ച് കുറെ കാര്യങ്ങൾ കിട്ടി. അപ്പൊ അതിന് മുമ്പ് ഞാൻ എന്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെ തന്നെ തൈറോയിഡ്, സോഡിയം, ഇതൊക്കെ ചെക്ക് ചെയ്തു. ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നോർമലാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആ ടൈം വരുമ്പോൾ ഇത് വരുന്നുണ്ട്. ഏകദേശം ഒരു 5 ദിവസത്തോളം എനിക്കിത് ഇതായി. അവസാനം ഞാൻ തന്നെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. കാരണം നമ്മുടെ ശരീരം ദുർബലമായി കിടക്കുന്ന സമയത്താണല്ലോ ഇവ കയറുന്നത്. അപ്പൊ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനൊരു പ്രതിരോധം ഉണ്ടാക്കുക. അപ്പൊ ഇതിന് ചില ആളുകൾ എന്നോട് ഉപദേശിച്ചു തന്നത് എന്താ വെച്ചാൽ, ഒരു കാര്യം ചെയ്തേക്ക്, ഒരു ഇല എടുത്തിട്ട് ആ ഇലയില് അല്ലെങ്കിൽ 7 പ്രാവശ്യം അല്ലെങ്കിൽ 9 പ്രാവശ്യം നമ്മൾ രാമ 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 എന്ന് പറഞ്ഞിട്ട് അത് തലനട അടിയിൽ വെച്ചിട്ട് കടന്നുറങ്ങിയാൽ മതി, വേറെ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. വേറൊരു മെഡിക്കൽ ഇതിൽ ചോദിക്കുമ്പോൾ അതിൽ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് അങ്ങനെ പാരലൈസിസ് ആയിട്ട് കുഴഞ്ഞു പോവുകയാണ് പതിവ് എന്ന് കണ്ടു, വേറെ ഒന്നില്. അപ്പൊ ഞാൻ ഈ രണ്ടും എടുത്തില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മന്ത്രച്ചരടോ എന്തെങ്കിലും കെട്ടിയാലും മതി എന്നൊക്കെ പറഞ്ഞു. ചിലർ ഊതിക്കാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള. അപ്പൊ ഞാൻ ഇതിലൊന്നും ഇതൊന്നും പോയില്ല. അവസാനം ഞാൻ തന്നെ എന്റെ ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാത്രി ഞാനൊരു 9:30-10 മണിക്ക് കിടക്കുന്ന സമയത്ത് കിടക്കുമ്പോൾ തന്നെ തീരുമാനിച്ചു, ഇന്ന് ഞാൻ എന്തായാലും ഇതിന് വശം തന്നെ ആകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതേപോലെ തന്നെ 2-2:30 ആ ടൈമൊക്കെ ഏകദേശം ഒരു ടൈം ആട്ടോ. 2 മണിക്കും 2:30 ഇടയിലാണ് ഇത് വരുന്നത്. 2 മണിയോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതേപോലെ അനുഭവം വന്നു. നെഞ്ചത്തിനുള്ളിൽ കയറുമ്പോൾ ഞാൻ കൈകൊണ്ട് തട്ടി മാറ്റാണ്, ഇങ്ങനെ കൈകൊണ്ട് തട്ടി മാറ്റുന്ന രീതിയിൽ വന്നു. പക്ഷെ വലിയൊരു ശക്തിയില്ല. പക്ഷെ ആദ്യത്തെ അത്ര സമയം എനിക്ക് അതിന്റെ പ്രതിരോധം ഉണ്ടായില്ല, അത് പെട്ടെന്ന് പോയി. അതിന്റെ അടുത്ത ദിവസം ഇതേപോലെ വീണ്ടും വന്നു. അന്ന് 2:15 പിന്നീട് വരുന്ന ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ടാവും ഏകദേശം തോന്നുന്നു. ആ സമയത്ത് ഇത് വീണ്ടും വന്നു. ഇത് വീണ്ടും വന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ ഇവിടെ പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ശക്തിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ ഇതായിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞു, വീണ്ടും തട്ടി മാറ്റാണ് അതിന്റെ ഉള്ളില്. മൂന്നാമത്തെ ദിവസം ഇത് വരുന്ന സമയത്ത് ഏകദേശം 2:30 കഴിഞ്ഞിരിക്കുന്നു. ഓരോ സമയമൊക്കെ കുറിച്ച് വെക്കും ഞാൻ, ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂന്നാമത്തെ ദിവസം ഇതിങ്ങനെ വന്ന സമയത്ത് ഞാൻ ഉച്ചത്തില് ഒരു ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അതായത് ഒരു ദേഷ്യത്തിൽ ഇതിനോട് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന രീതിയിൽ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ആ ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ ഇതിന് നെഞ്ഞത്തേക്ക് കയറാൻ പറ്റിയില്ല. ആ രൂപം ഇങ്ങനെ വന്നു, ഒരു കറുത്ത ഒരു രൂപമാണ്. അതിന് ഷെയ്പ്പ് ഒന്നും പറയാൻ പറ്റില്ല, ഷെയ്പ്പ് ഒന്നുമില്ല. അതിങ്ങനെ അങ്ങനെ വന്ന് നമ്മുടെ നെഞ്ഞത്ത് കയറുമ്പോൾ ശക്തമായി ഇടിക്കുന്ന പോലെ നമുക്ക് തോന്നുകയാണ്. ഈ ഒരു ഇത് കയറി ഇങ്ങനെ വരുന്നു. അപ്പൊ തന്നെ ഞാൻ ശക്തമായി ശബ്ദം ഉറക്കെ പുറപ്പെടുവിച്ചു. ആ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇത് അപ്പുറത്ത് ജനൽ തുറന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് പോകുന്ന കണ്ടു. 4-മത്തെ ദിവസം ഞാൻ ഇതേപോലെ ശ്രമിച്ചു. പക്ഷെ 4-മത്തെ ദിവസം ഈ സാധനം വന്നില്ല. അതിനുശേഷം ഈ നിമിഷം വരെ ഈ സാധനം എന്നെ അറ്റാക്ക് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ചില ഭയങ്ങൾ, അതാണ് മനുഷ്യ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറുന്നതും അറ്റാക്ക് ചെയ്യുന്നതും. അതിന് നമ്മൾ തന്നെ പ്രതിരോധം. എപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ഹൃദയത്തിന്റെ ഒക്കെ മിടിപ്പൊക്കെ വളരെ കുറവുള്ള സമയമായിരിക്കും നമ്മൾ ഏറ്റവും ആഴത്തിൽ ഉറങ്ങുമ്പോൾ. 3 സ്റ്റേജ് ഉണ്ട് മനുഷ്യന് ഉറക്കത്തിന്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളിൽ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ മഹാരാഷ്ട്രയിൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ പാഞ്ചകരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ താഴത്തായിട്ട് ആ ഘാട്ടിന്റെ അവിടെ വെച്ച് 2003 ഏപ്രിലാണോ മെയ് മാസം എന്ന് അറിയില്ല, അഹമ്മദാബാദിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബസ്, അതായത് ടൂർ വന്ന ബസ് അവിടെ ആ ഘാട്ടിലേക്ക് മറിഞ്ഞിട്ട് കുറെ പേര് മരിച്ചു. അതിനുശേഷം അവിടെയുള്ള ഞാൻ ഇടയ്ക്ക് അതിന് നടന്നു പോകാറുണ്ട് അതിന്റെ അടുത്ത് കൂടെ. അപ്പൊ ആൾക്കാർ പറഞ്ഞു, രാത്രി നടക്കേണ്ട, കുറച്ച് ദിവസം ഇവിടെ അതിലൂടെ ആളുകള് മറ്റേ ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത കൈയൊക്കെ കാണിച്ചിട്ട് ചില കാലില്ലാത്തതും കൈയില്ലാത്ത രൂപങ്ങളൊക്കെ വന്ന് തടയുകയൊക്കെ ചെയ്തിരുന്നു. ആൾക്കാർ ഇപ്പൊ അങ്ങനെ രാത്രി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ കേട്ടു, അത്ര തന്നെ എൻ്റെ ഉള്ളിൽ. എന്തായാലും ഞാൻ എങ്ങനെ ഓവർകം ചെയ്തത് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞല്ലോ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. അപ്പൊ വിശ്വാസങ്ങളെ കുറിച്ചിട്ട് അവനവൻ എന്താ വിശ്വസിക്കുന്നത് വെച്ചാൽ അതുപോലെ വിശ്വസിച്ചോളൂ. പക്ഷെ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വീഡിയോകൾ ആഴ്ചയിൽ ഒരു ദിവസം, അതായത് എൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു ഇത് മിക്കവാറും എല്ലാ മൺഡേ തരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അതേപോലെ നമ്മുടെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ പോകും. അടുത്തത് ഞാൻ വള്ളുവനാടിനെ കുറിച്ചിട്ടുള്ള വള്ളുവനാഥരുടെ ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ബുധനാഴ്ച തരാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.